സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി, അതായത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന കസ്റ്റോഡിയൻ, അതായത് നമ്മുടെ ഭരണഘടന വ്യാഖ്യാനം ചെയ്യാൻ പോലും അധികാരമുള്ള, നിയമങ്ങൾ വ്യാഖ്യാനം ചെയ്യാൻ അധികാരമുള്ള ഒരു സുപ്രീം കോടതി, പരമോന്നത നീതിപീഠത്തിനെതിരെ ഒരു RSS നേതാവ് പരസ്യമായിട്ട് കലാപാഹ്വാനമല്ലേ നടത്തുന്നത്? ഇനി സുപ്രീം കോടതി ആരും അംഗീകരിക്കേണ്ട കാര്യമില്ലല്ലോ. സുപ്രീം കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള വിധിന്യായങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതിയിലല്ലേ ഈ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഭരണഘടനാ തത്വങ്ങളും ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി അക്ഷീണം യത്നിക്കുമ്പോൾ ആ സുപ്രീം കോടതിയെ പോലും ഇതുപോലെ ക്ലൗഡിൽ പുകമറയ്ക്കുള്ളിൽ നിർത്തുന്ന രീതിയിൽ RSS നേതാക്കൾ പ്രസ്താവന നടത്തുന്നു. നേരത്തെ പറഞ്ഞ പോലെ നിഷികാന്ത് ദുബെയുടെ പ്രസ്താവനയുടെ ഒരു ബാക്കിപത്രമല്ലേ യഥാർത്ഥത്തിൽ നന്ദകുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്? അതുപോലെ ഉപരാഷ്ട്രപതിയുടെ പ്രസ്താവന, ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള നിർവഹണത്തിനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു അസോൾട്ട്, ഒരു ആഘാതം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഉത്തരവാദികളായ ആൾക്കാർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ ഇതിനോടൊപ്പമാണ് കേന്ദ്ര സർക്കാർ എന്നുള്ള ഒരു ധാരണ ബലപ്പെടുന്നതാണ്.